ഹായ് എവരിവൺ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മൂന്നാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു, അഥവാ കമ്പനി അക്കൗണ്ട്സ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്നുള്ള ചാപ്റ്റർ. ഇന്ന് നമ്മുടെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നുള്ള പേപ്പറിൽ നാലാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്, അഥവാ കൺവേർജൻസ് ടു ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിനെ കുറിച്ചും അതുപോലെ തന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചും എല്ലാമാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. When different firms use different methods of recording the transaction, comparison becomes difficult. നമ്മൾക്കറിയാം, നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള, നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റിലുള്ള വിവിധങ്ങളായിട്ടുള്ള ഫേമുകൾ അവരുടെ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ അവരുടെ ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് വിവിധങ്ങളായിട്ടുള്ള സ്റ്റാൻഡേർഡുകളാണ്, അല്ലെങ്കിൽ വിവിധങ്ങളായിട്ടുള്ള മെത്തേഡിലാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റിലുള്ള കമ്പനികൾ തമ്മിൽ താരതമ്യം ചെയ്യാനും നിലവിലുള്ള ഫൈനാൻഷ്യൽ പൊസിഷൻസ് മനസ്സിലാക്കാനൊക്കെ നമ്മൾക്ക് എന്തായിരിക്കും, വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. എപ്പോൾ in the absence of uniform set of rules, there will be a lot of problems. നമുക്കറിയാം, അവിടെ ഒരു യൂണിഫോം ആയിട്ടുള്ള സെറ്റ് ഓഫ് റൂൾസ് ഇല്ലാത്ത സമയത്തൊക്കെ, അഥവാ സെറ്റായിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇല്ലാത്ത സമയത്തൊക്കെ there is need for uniform rules and principle. This will make preparation and presentation financial statement easy. നമ്മൾക്ക് അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പാരിസണിന് സാധ്യമല്ല, ഫൈനാൻഷ്യൽ പൊസിഷൻസ് മനസ്സിലാക്കാൻ സാധ്യമല്ല. കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ലാതെ ഓരോ കമ്പനികളും അവരുടെ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇൻഡസ്ട്രിയിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കൃത്യമായിട്ടുള്ള ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വേണം. എന്തിനെല്ലാം വേണ്ടിയിട്ട്? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ കമ്പാരിസണിന് വേണ്ടിയിട്ട്, നമ്മുടെ കമ്പനിയുടെ പൊസിഷൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിന് വേണ്ടി, മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, ഇങ്ങനെയെല്ലാം ഉള്ള കാര്യത്തിന്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചാണ്. എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഇന്ത്യയിലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്യുന്നത് ആരാണ്, ഇന്ത്യയിലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്സിനെ കുറിച്ച്, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച്, റോൾ ഓഫ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബോർഡ്സ്, ഇത്രയും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ ഡിസൈൻഡ് ടു ഹാർമണൈസ് ഡൈവേഴ്സ് അക്കൗണ്ടിങ് പ്രാക്ടീസസ്. These are written statements issued from time to time by professional accounting bodies such as Institute of Chartered Accountants, Certified Public Accountants or institutions, etc. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള അക്കൗണ്ടിങ് പ്രാക്ടീസസിനെ ഡിസൈൻ ചെയ്തത് അല്ലെങ്കിൽ അതിനെ ഹാർമണൈസ് ചെയ്യുന്നത് ഒന്നാണ്. അഥവാ എങ്ങനെയെല്ലാം നമ്മളുടെ ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അതെങ്ങനെ റെക്കോർഡ് ചെയ്യണം എന്നുള്ളത് എല്ലാ കമ്പനിയിലും യൂണിഫോമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അതൊരു റിട്ടൺ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അത് തയ്യാറാക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേർഡ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇതുപോലെയുള്ള പ്രൊഫഷണൽ ബോഡീസ് ആയിരിക്കും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് തയ്യാറാക്കുന്നത്.
A mode of accounting standard is a mode of conduct imposed on accountants by law, custom, professional body. Accounting standards are regulatory framework. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്കാണ് വിത്തിൻ വിച്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആർ പ്രിപ്പയർ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് പറയുന്ന ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്കാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ദ ആർ ദ റൂൾസ് ദാറ്റ് എൻഷുർ യൂണിഫോമിറ്റി ഇൻ പ്രിപ്പറേഷൻ, പ്രസൻറ്റേഷൻ ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ. അതിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നുള്ളതും അതുപോലെ തന്നെ അതെങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതിനെക്കുറിച്ചും കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. Thus, accounting standards are written statements issued by the statutory accounting bodies. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഇഷ്യൂഡ് ബൈ ദ സ്റ്റാറ്റ്യൂട്ടറി അക്കൗണ്ടിങ് ബോഡീസ് ഓൺ സ്പെസിഫിക് അക്കൗണ്ടിങ് പോളിസീസ് ഫോർ ദ പ്രിപ്പറേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് യൂണിഫോം ആൻഡ് കൺസിസ്റ്റൻറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസും അതേപോലെ തന്നെ അത് പ്രിപ്പയർ ചെയ്യാനും പ്രസൻറ്റ് ചെയ്യാനും സ്റ്റാറ്റ്യൂട്ടറി അക്കൗണ്ടിങ് ബോഡീസ് തരുന്ന ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ത് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇൻ ഷോർട്ട്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ ഗൈഡ് ലൈൻസ് ഫോർ അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡ് ലൈനാണ് എന്തെന്ന് പറയുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഷോർട്ടായിട്ട് നമ്മൾ എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ ഗൈഡ് ലൈൻസ് ഫോർ അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ ഗൈഡ് ലൈൻസ് ഫോർ അക്കൗണ്ടിങ്. ഇൻ ഇന്ത്യ, the Indian accounting standards are issued by the Institute of Chartered Accountants of India. ഇന്ത്യയിലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്നത്, ഇഷ്യൂഡ് ചെയ്തിട്ടുള്ളത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. ഇനി നമ്മൾക്ക് നെക്സ്റ്റ് ഇതിൽ പഠിക്കാനുള്ളത് എന്തൊക്കെയാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്നുള്ളതിനെക്കുറിച്ചാണ്. The main objectives of accounting standard is to standardize the diverse accounting policies and practices. നമ്മുടെ നിലവിലുള്ള അക്കൗണ്ടിങ് പ്രാക്ടീസസിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് പോളിസീസും നമ്മുടെ പ്രാക്ടീസസും. ഫസ്റ്റ് ഒബ്ജക്റ്റീവ്, ടു പ്രൊവൈഡ് informations. One of the major objectives of accounting standard is to provide information to the users. It sets the standards on which accounts have to be prepared. എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ. അതുപോലെ തന്നെ ആരൊക്കെയാണ് ഈ അക്കൗണ്ട്സ് യൂസ് ചെയ്യുന്നത്, അവർക്ക് ഇതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ടു ഹാർമണൈസ് ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് പ്രോസസ്. Accounting standards are evolved to bridge the gap between various accounting procedures to harmonize different accounting process. Third one is to enhance the contents. Another objective of accounting standard is to enhance the credibility and comparability of financial statement. ഇതിൻ്റെ ക്രെഡിബിലിറ്റിയും കമ്പാരിബിലിറ്റിയും എന്ത് ചെയ്യുക, ഉയർത്തുക എന്നുള്ള അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസിൻ്റെ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളുടെ. ടു കമ്മ്യൂണിക്കേറ്റ് യൂണിഫോം റിസൾട്ട്. Another objective of accounting standard is to communicate uniform result to external users as well as internal users for decision making. നമ്മുടെ കമ്പനിയുടെ ബിസിനസ് റിസൾട്ടുകൾ അഥവാ നമ്മുടെ ഇൻഫോർമേഷൻസ്, ആ യൂണിഫോം റിസൾട്ട്സുകൾ
എക്സ്റ്റേണൽ യൂസേഴ്സിന് ഉപകാരപ്പെടുന്ന രൂപത്തിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതിനുവേണ്ടി തയ്യാറാക്കുക എന്നുള്ളതാണ്. അവർ ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ കമ്പനിയിലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ അങ്ങനെയുള്ള ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട്. ടു ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എയിംസ് അറ്റ് ഫെസിലിറ്റേറ്റ് ദ ഇൻ്റർഫേം കമ്പാരിസൺ ആൻഡ് ഇൻട്രാഫേം കമ്പാരിസൺ. നമ്മുടെ ഫേമിനുള്ളിലുള്ള കമ്പാരിസണും അതുപോലെ തന്നെ മറ്റ് ഫേമുകളുമായിട്ട് കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അക്കൗണ്ടിങ് ഫേംസ് നമ്മൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതായത് യൂണിഫോം സെറ്റ് ഓഫ് റൂൾസിലൂടെയാണ് എല്ലാവരും തയ്യാറാക്കുന്നതിൽ നമ്മൾക്ക് എല്ലാ കമ്പനികളെക്കുറിച്ച് താരതമ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈസ് ബെനഫിറ്റ്സ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അഥവാ അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കൺസെപ്റ്റ് ആൻഡ് കൺവെൻഷൻസ് ഫോം എ ബേസ് ഫോർ അക്കൗണ്ടിങ് തിയറി ആൻഡ് പ്രാക്ടീസസ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുകളും അതുപോലെ തന്നെ അക്കൗണ്ടിങ് കൺസെപ്റ്റുകൾ, കൺവെൻഷൻസ് എല്ലാം ബേസ് ഫോർ അക്കൗണ്ടിങ് തിയറി ആൻഡ് പ്രാക്ടീസസ്. അക്കൗണ്ടിങ് തിയറിക്കും അതിൻ്റെ പ്രാക്ടീസസിനും ഒരു ബേസ് ആണെന്നാണ് പറയുന്നത്. ഇഫ് അക്കൗണ്ടൻസി ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്, അക്കൗണ്ടൻസി എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൻ്റെ ലാംഗ്വേജ് ആണെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് കൺസെപ്റ്റ് ആൻഡ് കൺവെൻഷൻസ് ആൻഡ് ദ ഗ്രാമർ ഓഫ് അക്കൗണ്ടൻസി. ബിസിനസ്സിൻ്റെ ലാംഗ്വേജാണ് അക്കൗണ്ടൻസി എന്ന് പറയുന്നതെങ്കിൽ അക്കൗണ്ടൻസിയുടെ ഗ്രാമറാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും അഥവാ കൺസെപ്റ്റുകളും കൺവെൻഷനുകളും അല്ലേ. അപ്പോൾ അക്കൗണ്ടൻസി തയ്യാറാക്കുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന് അനുസൃതമായിട്ടായിരിക്കണം എന്നുള്ളതാണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഹാവ് ദ ഫോളോയിങ് അഡ്വാൻറ്റേജസ്. ഫസ്റ്റ് വൺ ഇസ് ക്രെഡിബിലിറ്റി ആൻഡ് റിലയബിലിറ്റി ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. The accounting standards create a sense of confidence amongst the users of accounting information by providing a definite structure of uniform guidelines. This provides credibility and reliability of. നമ്മൾക്കറിയാം, നമ്മൾ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് വെച്ചിട്ടുള്ള നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ അതിൻ്റെ പുറമെയുള്ള ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സിന് കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് നൽകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾക്ക് ക്രെഡിബിലിറ്റിയും റിലയബിലിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ്. നെക്സ്റ്റ് ഇസ് യൂണിഫോമിറ്റി. ദ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഡിസ്ക്ലോസ്ഡ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കനോട്ട് ബി ഇൻറ്ററപ്റ്റഡ് ഇൻ എനി മാനർ അതർ ദാൻ ദ പർപ്പസ് ഓഫ് ഇൻറ്റൻറ്റഡ് ഫോർ. നമ്മൾക്ക് യൂണിഫോമിറ്റിയിൽ എല്ലാ കമ്പനിയുടെ ഇൻഫർമേഷൻസ് ഒരേ തരത്തിൽ ലഭിക്കാൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. തേർഡ് വൺ ഈസ് കമ്പാരിസൺ. As the same methodology is being followed in all cases of comparison between the result of different organization has become easier. എല്ലാ കമ്പനീസും ഒരേ തരത്തിലുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻസ് തമ്മിലുള്ള കമ്പാരിസൺ സാധ്യമാവും എന്നുള്ളതും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ്. നെക്സ്റ്റ് റൈസസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് auditing. Accounting standards raise the standards of auditing itself in task of reporting the financial statement. Financial statement അതിൻ്റെ റിപ്പോർട്ടിങ്ങിൽ അല്ലെങ്കിൽ അത് ഓഡിറ്റ് ചെയ്യപ്പെടുമ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്നുള്ളതാണ്. തേർഡ് വൺ ഇസ് നെക്സ്റ്റ് fifth one, determination of managerial accountability. Accounting standards are useful in measuring the efficiency of management. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി അളക്കുന്നതിന് വേണ്ടി പ്രോഫിറ്റബിലിറ്റി, ലിക്വിഡിറ്റി, സോൾവൻസി, നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ പൊസിഷൻ, ലിക്വിഡിറ്റി പൊസിഷനും സോൾവൻസി പൊസിഷനും എല്ലാം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അത് ഓക്കെ.
നെക്സ്റ്റ് ഈസ് എലിമിനേഷൻ ഓഫ് ആംബിഗിറ്റി. അവ്യക്തത, അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസിൽ ഉണ്ടാവുന്ന അവ്യക്തത ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾക്ക് പഠിക്കാനുള്ളതാണ് എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സും ബെനിഫിറ്റ്സും. താങ്ക് യു.